ദ ജേർണലിസ്റ്റിലേക്ക് ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധി പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധവും അമർഷവും രോഷവുമൊക്കെയാണ് നിരവധി ആളുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ചാനലുകൾ കഴിഞ്ഞ 9 വർഷമായി പറയുന്ന കഥകൾ വിശ്വസിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ദിലീപ് കുറ്റവാളിയാണ് എന്ന വിധി വന്നെങ്കിൽ മാത്രമേ അവർക്ക് സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇരയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർ മനസ്സിലാകാതെ പോകുന്ന, അല്ലെങ്കിൽ അവർ ചിന്തിക്കാതെ പോകുന്ന ഒരു ഭാഗമുണ്ട്. ഈ കേസിൽ 1-ാം പ്രതി മുതൽ 6-ാം പ്രതി വരെയുള്ള ആളുകൾ കുറ്റവാളികളാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ദിലീപ് 8-ാം പ്രതിയാണ്. അതായത് ദിലീപിനെ ശിക്ഷിച്ചാൽ മാത്രമേ ഈ കേസിലെ വിധി പൂർണ്ണമാവുകയുള്ളൂ, അല്ലെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഈ കേസിലെ വിധി അംഗീകരിക്കാൻ കഴിയൂ എന്ന നിലയിലേക്ക് നമുക്കിടയിലുള്ള ആളുകളുടെ മനോവികാരം മാറിയിരിക്കുന്നു. മാധ്യമങ്ങൾ ആ നിലയിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നോക്കുക, 1-ാം പ്രതി പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ ഈ കേസിൽ നേരിട്ട് ഇടപെട്ട സകല ആളുകളും അവർ കുറ്റവാളികളാണ് എന്ന് കോടതി കണ്ടെത്തി വിധി പറഞ്ഞിട്ടും 8-ാം പ്രതിയായ ദിലീപ് ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ഇവിടെ എല്ലാവരുടെയും പ്രശ്നം. അങ്ങനെ ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതാണ് ഇതിലേറ്റവും പ്രധാനമായി ഉയർത്തിക്കാണിക്കുന്ന ഒരു വസ്തുത. ഞാനൊരു പോസ്റ്റ് നിങ്ങളെ കാണിക്കാം. ഒരു മാധ്യമപ്രവർത്തകയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. എന്തു തേങ്ങയാണ് ഇവർ എഴുതി വിടുന്നത്? ദിലീപ് കുറ്റക്കാരനെന്ന് കോടതി പറഞ്ഞാലേ ഇരയ്ക്ക് നീതി കിട്ടൂ എന്നാണോ? 6 പ്രതികൾ കുറ്റക്കാരെന്ന് പറഞ്ഞതിന് ഒരു വിലയുമില്ലേ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ടിവിയുടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൽ പറയുന്നു, അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല, അവൾക്കൊപ്പം. എന്നിട്ട് MV നികേഷ് കുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ പഴയ ചീഫ് എഡിറ്റർ സംസാരിക്കുകയാണ്. ഈ വിധിയിൽ തനിക്കുള്ള എതിർപ്പ് അദ്ദേഹം പറയുകയാണ്. സംഗതി ശരിയാണ്. റിപ്പോർട്ടർ ചാനൽ വലിയ തോതിൽ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇടപെടലുകൾ നടത്തുകയും വെളിപ്പെടുത്തലുകൾ നടത്തുകയും പല വിധത്തിലുള്ള ന്യായവാദങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ. അന്ന് റിപ്പോർട്ടർ ചാനൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. പക്ഷേ ദിലീപ് കേസ് നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നതിന് റിപ്പോർട്ടർ ചാനലിന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നമല്ലായിരുന്നു. നിരന്തരമായി ദിവസങ്ങളോളം, ആഴ്ചകളോളം റിപ്പോർട്ടർ ചാനൽ ഈ വിഷയം തന്നെ ചർച്ച ചെയ്തു. അപ്പോൾ ഒരു കോടതി മുറിയിൽ എന്ന പോലെ MV നികേഷ് കുമാർ ഒരു ജഡ്ജി എന്ന പോലേക്ക് ഇരുന്നിട്ടാണ് അന്ന് ഈ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നത്. അതിൽ റിപ്പോർട്ടർ ചാനൽ എന്ന സ്വയം പ്രഖ്യാപിത കോടതി ഈ ആളെ, അതായത് ദിലീപിനെ കുറ്റവാളിയായി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. അത് വേറൊരു കാര്യം. എന്തായാലും അതൊന്നുമല്ല കോടതി പരിഗണിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അമീൻ ഹസൻ എന്ന് പറയുന്ന അഭിഭാഷകൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പാണ്. CPM-കാർക്ക് ഇന്ന് മനസ്സിലാകും. നോക്കൂ, ചാനൽ റൂമിലെ പരിപാടിയല്ലല്ലോ കോടതി. ആ ന്യായാധിപയെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതെങ്കിൽ അവരെക്കുറിച്ച് അഭിഭാഷകരോട് ചോദിക്കൂ, അല്ലെങ്കിൽ അവരെ അറിയുന്ന നിങ്ങളുടെ സ്വന്തം നേതാക്കളുണ്ട്. ഇനി പ്രതികളുടെ അഭിപ്രായം വേണമെങ്കിൽ മുകേഷിനോട് ചോദിക്കൂ. അപ്പോൾ അവർ നീതിമതിയായ ന്യായാധിപയാണ് എന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾക്ക് വഴികളുണ്ട്. രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കേണ്ട, മണ്ടത്തരമാകും. പിന്നെ എന്താകും ഈ കേസിൽ പറ്റിയത്? കുറ്റകൃത്യം സംഭവിച്ച് പ്രതി ചേർത്തതിന് ശേഷം പ്രതികൾ ചെയ്ത കാര്യങ്ങളാണ് പ്രധാനമായും ആരോപണമായി ഉന്നയിക്കുന്നത്. അല്ലാത്ത തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതെല്ലാം റിപ്പോർട്ടർ ചാനലിൽ ഇട്ട് അലക്കുന്നത് പോലെ കോടതിയിൽ നടക്കുമോ? വിചാരണ ഘട്ടത്തിൽ നികേഷ് കുമാറിൻ്റെ ചാനൽ വിചാരണ കേസിന് ദോഷം ചെയ്ത് കാണില്ലേ? പ്രതിഭാഗം ശക്തമായതാണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? സുപ്രീം കോടതി വരെ കോടികൾ മുടക്കി പ്രതികളെ സംരക്ഷിക്കുന്ന പാരമ്പര്യം നിങ്ങൾക്കില്ലേ? P. മോഹനൻ ഗൂഢാലോചന കേസിൽ കുറ്റവിമുക്തനായതെങ്ങനെ? കേരളത്തിലെ ആലപ്പുഴയിലെ RSS നേതാവ് കൊല്ലപ്പെട്ട കേസ് ഒഴികെ ആ വിധി വായിച്ചാൽ അതിലെന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാകും. ഗൂഢാലോചന തെളിയിക്കപ്പെട്ട എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട്? പ്രശ്നം അന്വേഷണം തന്നെയാണ്. പോലീസിന് നികേഷിൻ്റെ റിപ്പോർട്ടർ കോടതിയിൽ വിജയിക്കാൻ കഴിയുന്നത് കോടതിയിൽ സ്വീകാര്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് വൈകാരികതയും ബഹളവും മുൻവിധിയും ചേർന്നുള്ള ഒരു മിക്സ്ചറാണ് ആ കോടതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുക. കോടതിയിൽ തെളിവില്ലാതെ പ്രതികൾ ശിക്ഷിക്കപ്പെടരുത്. എല്ലാ പ്രതികൾക്കും ശക്തമായ ഡിഫൻസ് സംവിധാനം വേണം. അതോടൊപ്പം അന്വേഷണ സംവിധാനങ്ങൾ ഉടച്ചു വാർക്കണം. കേസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തുന്ന നൈതികത ഇല്ലാത്ത അന്വേഷണ രീതികൾ മാറണം. ആധുനികവും ശാസ്ത്രീയവുമായ കോപ്പുകളും അറിവുമുള്ള അന്വേഷണ സംവിധാനം വരണം. ഒരേ സമയം പ്രതിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കുറ്റമറ്റ രീതിയിൽ കേസ് അന്വേഷിക്കാനും കഴിയുന്ന പോലീസ് സംവിധാനം വേണം. അതല്ലേ ഈ 9 കൊല്ലത്തെ മാധ്യമ വിചാരണ നമ്മളെ പഠിപ്പിക്കേണ്ടത് എന്നാണ് അമീൻ ഹസൻ എന്ന അഭിഭാഷകൻ ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതല്ലേ അതിൻ്റെ ശരി? ഇങ്ങനെയല്ലേ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? കാരണം ദിലീപ് കുറ്റവാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ 9 വർഷമായി
ചാനലുകൾ ചർച്ച നടത്തുന്നു, കഥകൾ പറയുന്നു, നിരവധി വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ കൊണ്ടുവരികയാണ്. ഈ പറയുന്ന ആളുകൾ പറയുന്നത് മുഴുവൻ സത്യമാണ് എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അതുപോലെ തന്നെ ഈ ദിലീപിനെതിരെ പല വെളിപ്പെടുത്തലുകൾ പലരും പല സമയത്ത് കൊണ്ടുവന്നു. ഇതൊക്കെ സത്യമാണ് എന്ന് എങ്ങനെ മാധ്യമങ്ങൾക്ക് തീരുമാനം പറയാൻ പറ്റും? അത് കോടതിയോ അന്വേഷണ സംഘമോ ശാസ്ത്രീയമായ പരിശോധനാ രീതികളിലൂടെ തെളിയിക്കേണ്ട കാര്യമല്ലേ? അല്ലെങ്കിൽ തന്നെ നോക്കുക, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ രോഷം കൊള്ളുന്നത്? 6 പ്രതികൾ, 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കേസിലെ വിധി എങ്ങനെയാണ് തീർത്തും ഇരയ്ക്കൊപ്പമല്ല എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചിരുന്നത് 8ാം പ്രതിയായ കേസിൻ്റെ അറ്റത്ത് കിടക്കുന്ന ദിലീപിനെയാണ്. ഈ കേസിൻ്റെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ദിലീപിലേക്കാണ് നിങ്ങളെല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫോക്കസ് ചെയ്യേണ്ടത് ആരിലേക്കായിരുന്നു? പൾസർ സുന്നിയിലേക്കായിരുന്നു. പൾസർ സുന്നിക്ക് ശിക്ഷ കിട്ടുന്നുണ്ടോ? 1ാം പ്രതിക്ക് ശിക്ഷ കിട്ടുന്നുണ്ടോ? അത് ഉറപ്പിച്ചിട്ടുണ്ട്, ശിക്ഷ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ വിധി തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 1 മുതൽ 6 വരെ പ്രതികൾക്ക് അവർ കുറ്റവാളികളാണെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും അന്വേഷണ സംഘത്തിൻ്റെ വാദം അല്ലെങ്കിൽ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രം കോടതി അംഗീകരിച്ചിട്ടില്ല എന്നല്ല. ഈ കേസിൽ ശരിക്കും വാദിഭാഗം ജയിക്കുകയാണ് ചെയ്തത്, അന്വേഷണ സംഘം ജയിക്കുകയാണ് ചെയ്തത്. അവർ കൊടുത്ത കുറ്റപത്രം അംഗീകരിച്ച് കോടതി 6 പ്രതികളെ ശിക്ഷിച്ചു. അറ്റത്ത് കിടക്കുന്ന ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കിടന്ന് ഈ മുറവിളി മുഴുവൻ കൂട്ടുന്നത്. അതെങ്ങനെ ശരിയാകുമെന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നോക്കുക, അതിലൊക്കെ ഉന്നതരായ പല നേതാക്കൾക്കും പങ്കിട്ടെന്ന് എല്ലാ കാലത്തും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആ കേസിൽ വിധി വരുമ്പോൾ ഗൂഢാലോചന കേസിൽ ഈ പറയുന്ന ആളുകളെ വെറുതെ വിടുകയാണ് പതിവ്. അല്ലെങ്കിൽ അവർക്കെതിരെ തെളിവ് കണ്ടെത്താൻ സാധിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇതിൽ പറയുന്ന 120B എന്ന് പറയുന്ന ഗൂഢാലോചന കുറ്റം അത് ഒരുവിധപ്പെട്ട കേസുകളിലൊന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോഴാണ് ദിലീപ് പണമെറിഞ്ഞ് വിധി വാങ്ങി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ദിലീപ് പണമെറിയാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ എന്തൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നു? അല്ലെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി പണമെറിഞ്ഞ് അട്ടിമറിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതോ ഇനി അന്വേഷണ സംഘം പണം വാങ്ങിയെന്നാണ് പറയുന്നത്? അതോ ദിലീപ് നേരിട്ട് പിണറായി വിജയന് കൊണ്ട് പൈസ കൊടുത്തിട്ട് സർക്കാർ ഇടപെട്ട് ഈ കേസ് അട്ടിമറിച്ചു എന്നാണ് പറയുന്നത്? ഇവിടെ സർക്കാരും മറ്റേ ഈ പറയുന്ന അന്വേഷണ സംഘവും മുഴുവൻ തനിക്കെതിരെ പകയോടുകൂടി നിലപാടെടുത്തു എന്നാണ് ദിലീപ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സർക്കാർ ദിലീപിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു നീക്കവും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ദിലീപിനെതിരെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ കൂടി സമ്മർദ്ദം ചെലുത്തി ദിലീപിന് കൊടുക്കാവുന്ന പണി മുഴുവൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ദിലീപ് പുറത്തിറങ്ങി വന്ന് ഈ നിൽക്കണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വാദത്തിന് പ്രാധാന്യമുണ്ട് എന്ന് കോടതിക്ക് മനസ്സിലായിട്ടാണെന്നേ. അത് അംഗീകരിക്കാൻ പഠിക്കുക, അത് അംഗീകരിക്കുക. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എനിക്കെതിരെ സൈബർ ആക്രമണം നടത്തണം, നിങ്ങൾക്ക് ദിലീപ് എത്ര തന്നു, നിങ്ങൾ ദിലീപിൻ്റെ ഇന്ന് എത്ര മേടിച്ചു, നിങ്ങൾ എന്തിനാണ് ദിലീപിന് അനുകൂലമായി സംസാരിക്കുന്നതെന്നൊക്കെയാണ്. ഞാൻ എപ്പോഴും പറയട്ടെ, ഞാൻ നിയമപരമായി തന്നെ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ഇപ്പോൾ കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു, ആ വിധി ദിലീപിന് അനുകൂലമാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സംസാരിക്കണ്ടേ? ഇത്രയും കാലം ദിലീപിനുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കണ്ടേ? ഇത്രയും കാലം ദിലീപിനേറ്റ മാനഹാനിയെക്കുറിച്ച് സംസാരിക്കണ്ടേ? എന്ന് മാത്രമല്ല, ഈ കേസിൽ നീതി നടപ്പായിട്ടുണ്ട്. 1 മുതൽ 6 വരെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം പറയണ്ടേ? എല്ലാവരും ദിലീപ് എന്ന സെലിബ്രിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഈ കേസിൻ്റെ മെറിറ്റ് നിൽപ്പുണ്ട്. ആ മെറിറ്റിൽ പ്രധാനപ്പെട്ട പ്രതികളൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ കേസ് പൂർണ്ണമായും തെറ്റാണ്, വിധി പ്രസ്താവം കള്ളമാണ് എന്ന് പറയുന്നത്? അപ്പോൾ ദിലീപ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കുഴപ്പം. ദിലീപിനെ ശിക്ഷിക്കണമെങ്കിൽ അതിനാവശ്യമായ തെളിവ് കോടതി കൊടുക്കണം. ആ തെളിവുകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ദിലീപ് ഇടപെട്ടിട്ട് തെളിവ് മുക്കി എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് എന്ത് യാഥാർത്ഥ്യം? ഈ കേസ് പരിഗണിക്കുന്ന എല്ലാവർക്കും അറിയാം. ദിലീപിനോട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. ദിലീപിനെ ലോക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ലോക്ക് ചെയ്തിട്ടുണ്ട്. ദിലീപിൻ്റെ ഇന്ന് എന്തൊക്കെ കിട്ടാമോ അത് മുഴുവൻ എടുത്തിട്ടുണ്ട്. അയാളെ 89 ദിവസം ജയിലിലിട്ടിട്ടുണ്ട്, കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 8 വർഷക്കാലത്തോളം പല വാർത്തകളിലൂടെ അയാൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. കോടതിയിലും അയാൾക്ക് വലിയ അറ്റാക്കുകൾ നേരിട്ടിട്ടുണ്ട്. അതായത് വാദിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ കുറ്റവിമുക്തനാവുമ്പോൾ ഈ 8.5 വർഷക്കാലം മുഴുവൻ ഇയാൾ ഈ കേസ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പണമെറിഞ്ഞ് ഈ കേസ് തനിക്ക് അനുകൂലമായി മാറ്റുകയായിരുന്നു എന്നൊക്കെ പറയുന്നവർ, എന്നൊക്കെ ആരോപിക്കുന്നവർ ഒന്ന് സ്വയം ചിന്തിക്കുക. ഈ മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് കരുതുന്ന നിങ്ങളല്ലേ മണ്ടന്മാരായത്? മാധ്യമ ചർച്ചകളും മാധ്യമ വിചാരണകളുമല്ലേ നിങ്ങളെ വഴിതെറ്റിച്ചത്? അല്ലെങ്കിൽ അതാണ് സത്യമെന്ന് ചിന്തിച്ചിരുന്നതല്ലേ പറ്റിയ പ്രശ്നം? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഈ വിഷയത്തിൽ വീണ്ടും സംസാരിക്കും.